ഹായ്, ഐ എം ഐവി. എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മദേഴ്സ് ഡേ ആണ് ഈ പ്രാവശ്യം. എൻ്റെ ബേബി വന്നിട്ടുള്ള ഫസ്റ്റ് മദേഴ്സ് ഡേ. അമ്മയാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വെയിറ്റിംഗ് ആയിരുന്നു എനിക്ക്. ഒരു മിസ്കാരേജ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കാത്തിരുന്നതിന് മുമ്പുണ്ടല്ലോ, അതിൽ എൻ്റെ ബേബീനെ കണ്ടപ്പോൾ കിട്ടിയ ആ സന്തോഷവും എല്ലാം എനിക്ക് തോന്നുന്നത് എല്ലാവരും കണ്ടത് ആ സന്തോഷം മാത്രമായിരിക്കും. എൻ്റെ മുഖത്തുണ്ടായിരുന്ന ഹാപ്പിനെസ്, എക്സൈറ്റ്മെൻ്റ് എല്ലാം. പക്ഷേ ബിഹൈൻഡ് ദാറ്റ് ആ ഒരു സ്ട്രഗിളോ അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എടുത്തൊരു എഫേർട്ടോ അതൊന്നും അധികം ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ സൈമാറിലാണ് കണ്ടുകൊണ്ടിരുന്നത് ട്രീറ്റ്മെൻറ്റൊക്കെ. അപ്പോൾ 5 months കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടറിനോട് പറഞ്ഞിരുന്നു ഇത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരിക്കും. ഞാൻ ഒട്ടും വിചാരിക്കാത്ത സമയത്ത് വാട്ടർ ബ്രേക്കായി ഭയങ്കര എമർജൻസി ആയിട്ടാണ് എന്നെ കൊണ്ടുപോയത്. ബേബിനെ കയ്യിൽ കിട്ടുമ്പോൾ വരുന്നത് ആ സന്തോഷം ഉണ്ടല്ലോ, എനിക്ക് ഇപ്പോഴത് ആ ഒരു മൊമെൻറ്റ് ഭയങ്കര ഫ്രഷാണ്. ചില നേരത്ത് ഇങ്ങനെ ഇപ്പോൾ വെറുതെ ഇരുന്നിങ്ങനെ റിവൈൻഡ് ചെയ്യും എൻ്റെ ആ ഒരു എന്താ പറയുക ഡെലിവറി ടൈം ഈ ഡോക്ടേഴ്സിനോടും നേഴ്സസിനോടും. പിന്നെ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മദേഴ്സ് ഡേ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. എൻ്റെ ഹസ്ബൻഡ് ഈ പുള്ളി എന്നെ എത്ര ഭംഗിയായിട്ട് ടേക്ക് കെയർ ചെയ്തെന്നറിയോ. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതും ചെയ്തതും ഒക്കെ എൻ്റെ ഹസ്ബൻഡാണ്. ഒരു കാര്യം പോലെ ആൾ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ അവളെ വേറെ ആളെ നോക്കാൻ ഏൽപ്പിക്കുക അങ്ങനെയൊന്നുമല്ല. എന്നെ ടേക്ക് കെയർ ചെയ്ത് കംപ്ലീറ്റ്ലി എൻ്റെ ഹസ്ബൻഡാണ്. ലൈഫ് ആഫ്റ്റർ ബേബി സത്യം പറയുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഞങ്ങൾ ഒത്തിരി കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്തൊരു ബേബിയാണ്. ഹെർ നെയിം ഇസ് കേറ്റ്. ബിഫോർ ബേബി നമുക്കൊരു മീ ടൈം ഉണ്ടാവും, നമുക്ക് നമ്മുടേതായ കുറച്ച് സമയമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഞങ്ങൾക്ക് 2 പേർക്കുള്ള സമയം അവൾക്കുള്ളതാണ്. ഇനി ഞങ്ങളുടെ 2 പേരും ഭയങ്കര ദേഷ്യക്കാരാണ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ക്ഷമയോടെ അല്ലെങ്കിൽ എന്താ പറയുക അവൾക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ യൂഷ്വലി ഞാൻ ഇങ്ങനെ എന്താ പറയുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ടൈം കണ്ടെത്തും മുമ്പ് ഞാൻ ചിന്തിക്കും അവളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, അവളെ ഓക്കെയാണോ, അവളെ ഉറങ്ങുകയാണോ, എന്നിട്ടാണ് ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും പ്രയോറിറ്റീസ് മുഴുവനും ബേബിയാണ്. ഇപ്പോൾ ഭയങ്കര മാറ്റങ്ങളാണ് ബേബി വന്നതിന് ശേഷം. എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പുതിയൊരാൾ വന്ന് അക്സെപ്റ്റ് ചെയ്ത് വന്നു. കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും സാധാരണ കുറച്ചുകൂടി ഈസി ഗോയി ആയിട്ടുള്ള പ്രഗ്നൻസി ആണെങ്കിലും എല്ലാം വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന എല്ലാ അച്ഛനും അമ്മയ്ക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി ഉണ്ടാവട്ടെ. ഹാപ്പി മദേഴ്സ് ഡേ.